പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് VS അച്യുതാനന്ദൻ രാഹുൽ ഗാന്ധി അമൂൽ ബേബി എന്ന് വിളിച്ചിരുന്നു. അതിന് പിന്നാലെ വലിയ രീതിയിൽ ട്രോൾ വന്നിരുന്നു. ഈ അമൂലിൻ്റെ ചിത്രത്തിൽ ഈ രാഹുൽ ഗാന്ധിയുടെ പടം ചേർത്ത് വെച്ച്. ഇപ്പോൾ അതിന് സമാനമായ ഒരു ചിത്രമാണ് നാം ബീഹാറിൽ കാണുന്നത്. അത് ട്രോളന്മാരല്ല, ഈ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വയ്ക്കുകയാണ്. അറിയാമല്ലോ, സാനിറ്ററി പാഡിൽ രാഹുലിൻ്റെ ചിത്രം. നാം ഇനി എവിടെയെല്ലാം കാണേണ്ടി വരും രാഹുലിൻ്റെ ചിത്രം. ഇപ്പോഴത്തേത് VS അച്യുതാനന്ദൻ പറഞ്ഞത് ഏറ്റവും അർത്ഥവത്തായിരുന്നു. കാരണം ബുദ്ധി ഉറയ്ക്കാത്ത ഒരു കുട്ടി ഇപ്പോഴും ആ ബുദ്ധി ഉറച്ചിട്ടില്ല, ഇപ്പോഴും പ്രസക്തമാണ്. അമുൽ ബേബി തന്നെയാണ് അദ്ദേഹം. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കോൺഗ്രസ് പ്രതീകാത്മകമായിട്ട് ശരിയായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വയം സമ്മതിക്കുകയാണ്. എന്താണ്? സാനിറ്ററി നാപ്കിൻ്റെ നടുക്ക് രാഹുൽ ഗാന്ധി ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ വെച്ചിരിക്കുകയാണ്. ഈ സാനിറ്ററി നാപ്കിൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന? സ്ത്രീകൾ അവരുടെ ഡിസ്ചാർജ്ഡ് ബ്ലഡ് വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ആ ബ്ലഡ് ഓവുലേഷൻ്റെ പീരീഡിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജ് ചെയ്യുന്ന വിസർജ്യ വസ്തുവായിട്ടുള്ള ആ രക്തം, വിസർജ്യ രക്തം, അത് എടുത്ത് കളഞ്ഞ് എവിടെയായിരുന്ന വേസ്റ്റ് ബിന്നിൽ. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പടം എങ്ങോട്ടാണ് പോകുന്നത്? അത് തന്നെയാണ് വേസ്റ്റ് ബിന്നിൽ പോകേണ്ട ഒരു രാഷ്ട്രീയ നേതാവാണ്. ബുദ്ധി ഉറച്ചിട്ടില്ലാത്ത ഒരു നേതാവ് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇയാൾക്ക് കോൺഗ്രസ്സുകാരോ പണി കൊടുത്തത് ഈ ഐഡിയ. ഇയാളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന അത് തലച്ചോറ് കൊണ്ട് എന്തെങ്കിലും ആലോചിക്കുന്ന പ്രശ്നമില്ലല്ലോ. ഇയാൾ മസൽ കൊണ്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. പാർലമെൻറ്റ് MP അവിടെ അവിടെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വന്ന പാവപ്പെട്ട പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട MP തള്ളിയിട്ടുകൊണ്ടാണല്ലോ പാർലമെൻറ്റിലേക്ക് പ്രവേശിച്ചത്. മോദി പാർലമെൻറ്റിൻ്റെ തറയിൽ കൈകൊണ്ട് തൊട്ടിട്ട് നെറ്റിക്ക് നമസ്കരിച്ചിട്ടാണ് അങ്ങോട്ട് കയറിയത്. ഈ പയ്യൻ ഇതാണ് ചെയ്തത്. പ്രധാനമന്ത്രിയുടെ പേപ്പറുകൾ വലിച്ചു കീറിയതുപോലെ ഗുരുനുന്ത സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വരികയാണെങ്കിൽ കടലിലേക്ക് എടുത്തി ആടുക, അയത്തയ്ക്കാപ്പുമ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുക, എന്നിട്ട് പൊറോട്ടയും കഴിക്കുക. അതെന്തോ വീരസാഹസമാണെന്നുള്ള മട്ടിലാണ് കടലെടുത്തി ആടുക. ബുദ്ധി ഉറച്ചിട്ടില്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിപക്ഷ നേതാവ് ഇയാൾ എന്താ കൗബോയിയോ? ഇവിടുത്തെ കൗബോയിയായിട്ട് വന്നിരിക്കുകയാണോ? ഇയാൾ സിനിമാ നടനോ? എന്താണ് ഇയാൾ? താൻ സിനിമയിൽ അഭിനയിക്കുകയാണ്. ഇത് അതുപോലെ തന്നെ കേരളത്തിൽ കാണുന്ന പതിവ് പരിപാടിയാണ്. സ്ത്രീകളുടെ കൂടെ നടക്കുക, അവർക്ക് പൂമാല കൊടുക്കുക, അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. ഇതിനൊക്കെ അപ്പുറം പോയിട്ട് പാർലമെൻറ്റിനകത്ത് തന്നെ ഇയാൾ പാർലമെൻറ്റ് മെമ്പറും പ്രതിപക്ഷ നേതാവുമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക ഗാന്ധി മറ്റൊരു പാർലമെൻറ്റ് മെമ്പറെ അവിടെ ആശ്ലേഷിക്കുക. പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞാൽ അവിടെ 540 പാർലമെൻറ്റ് അംഗങ്ങളിൽ ഒരാൾ മാത്രം. എല്ലാവരെയും ഒരുപോലെയല്ലേ ട്രീറ്റ് ചെയ്യേണ്ടത്. അവിടെ ഈ കുടുംബത്തിന് പ്രാധാന്യവും പ്രാമുഖ്യവും പ്രയോറിറ്റിയും കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതെന്തോ ഇത് അവരുടെ സാമ്രാജ്യവും ഇന്ത്യ എന്ന് പറയുന്നത്, അവർ ഭരിക്കുന്ന രാജകുടുംബവും ഇത് മതിമറന്നുള്ള പ്രവൃത്തികളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പെങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ വീടിൻ്റെ സ്വകാര്യതയിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ചെയ്യാം. പക്ഷെ പാർലമെൻറ്റിൽ വന്നതെന്തിനാ? പൊതുമധ്യത്തിൽ ക്യാമറകളുടെ മുമ്പിൽ വന്നെന്തിനാ? എന്താണ്? ബുദ്ധി ഉറയ്ക്കാത്ത ആളെന്ന് അമുൽ ബേബിയാണെന്ന് ഇപ്പോൾ ആശുപത്രി കിടക്കുന്ന SUT ആശുപത്രി കിടക്കുന്ന അച്യുതാനന്ദൻ പറഞ്ഞത് എത്ര ക്രാന്തദർശിയായിരുന്നു അദ്ദേഹം എന്നുള്ളതിൻ്റെ ഉപകരണമാണ്. ക്ലച്ച് പിടിക്കാത്ത ഒരു കോൺഗ്രസ് പാർട്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ ആകെ സൃഷ്ടിപരമായിട്ടുള്ള കർമ്മം. ഇപ്പോൾ വന്നിരിക്കുന്ന സൃഷ്ടി താൻ എവിടെയാണ് കിടക്കേണ്ടതെന്ന് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. എന്താണ് അവിടെ സ്ത്രീകളുടെ ഇതെല്ലാം കൊടുത്തെങ്കിൽ ഒരു സംഘടനയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തു ഗുണം? ഇതുപോലെ നികൃഷ്ടവും അറപ്പുളവാക്കുന്നതുമായ ഒരു സംഘടന ഇല്ലെന്ന് വിചാരിക്കും. കാരണം ഇതിനൊക്കെ അനുമതി കൊടുത്ത സംഘടനയ്ക്കകത്ത് തലയ്ക്ക് ആൾതാമസമുള്ള ബുദ്ധിയുടെ നിലാവ് ഉദിച്ചിട്ടുള്ള ബോധ നിലാവുള്ള ഒറ്റയാളില്ല. സ്ത്രീകൾക്ക് ഒരു പരിധി നോക്കിയാൽ അത് സൗജന്യമായി ലഭിക്കുമ്പോൾ ഉപകാരമാണ്. മോദി കൊടുക്കുന്നുണ്ടല്ലോ. മോദിയുടെ പടം വെച്ചിട്ടുണ്ടോ? അതിന് എത്രയോ മുമ്പേ നരേന്ദ്രമോദി ഇതിനുള്ള ഏർപ്പാട് ബജറ്റിൽ കൂടി തന്നെ പ്രൊവിഷനാക്കി. അന്ന് എതിർപ്പായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി. ആദ്യം വേണ്ടത് മഹാത്മാഗാന്ധി മനസ്സിലാക്കിയതുപോലെ ശുചിത്വമാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ശുചിത്വ ഭാരതം എന്നുള്ളൊരു സങ്കല്പം തന്നെ പൊതുമധ്യത്തിലിരുന്നു കൊണ്ട് വിസർജിക്കുന്ന പരിപാടികൾ ഇന്ത്യയിൽ നിർത്തലാക്കി. ഏറ്റവും വലിയ വികൃതികേട് നിർത്തലാക്കിയത് ഈ രാഹുൽ ഗാന്ധി വരുമ്പോൾ ആ വൈകൃതങ്ങൾ ഓരോന്നായിട്ട് കൊണ്ടുവരിക. താനൊരു പ്രകൃതി വിരുദ്ധനാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണിപ്പോൾ ഇത്. പെണ്ണുങ്ങൾ അവരുടെ ഗുഹ്യഭാഗത്ത്, സ്ത്രീകൾ പ്രത്യേക സമയത്ത് ആർത്തവകാലത്ത് അവരുടെ ഗുഹ്യഭാഗങ്ങളിൽ സ്വകാര്യ ഭാഗങ്ങളിൽ ഞാൻ പറയാത്തതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ശരീരം മുഴുവൻ അവരുടെ സ്വകാര്യതയാണ്. അതിലൊന്ന് സ്പർശിക്കാനോ നോക്കാനോ പോലും മറ്റുള്ളവർക്ക് അവകാശമില്ല എന്നുള്ളതാണ്.
30 സെക്കൻഡിൽ കൂടുതൽ നോക്കാൻ പാടില്ല. അത് സ്റ്റെയറിംഗ് ആണ്. ഇന്ത്യൻ നീതിന്യായ സംഹിത അനുസരിച്ച് കുറ്റമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യത്തിൽ അവർക്ക് തൻ്റെ ചിത്രം വെച്ചിട്ടുള്ള സാധനം അവരുടെ സ്വകാര്യ ഭാഗത്ത് വെക്കാൻ വേണ്ടി കൊടുക്കുക. അത് കഴിഞ്ഞ് അവർ വേസ്റ്റിലേക്ക് എടുത്തെറിയുക. ബീഹാറിലെ ഇലക്ഷനിൽ ഇതിലാണ് സാനിറ്ററി പാഡിലാണ് ചിത്രം. അടുത്ത കേരളത്തിലേക്ക് വരുമ്പോൾ ഗർഭനിരോധന ഉറകളിലല്ലേ ഈ ചിത്രങ്ങൾ. അതെ അതെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യം. കോണ്ടോംസിൽ ഈ പടം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭാര്യാഭർത്തൃ കലഹം ഉണ്ടാകത്തില്ലേ അവരുടെ സ്വകാര്യ മുറിയിൽ വെച്ചിട്ട്, അവരുടെ മണിയറയിൽ വെച്ചിട്ട്? ഭാര്യയും ഭർത്താവ്, നീ ഇപ്പോൾ സ്ത്രീയാണത് വാങ്ങിക്കുന്നതെങ്കിൽ അത് നീ രാഹുൽ ഗാന്ധിയുടെ പടവും വെച്ചുകൊണ്ടാണോ വന്നത്? അത് മതി. മൂന്നാമതൊരു പുരുഷനോ അതിൻ്റെ ചിത്രത്തിനോ ഒരു തരത്തിലുമുള്ള പ്രവേശനം അനുവദിക്കാത്ത ഒന്നാണ് ഈ മണിയറയുടെ ഈ സ്വകാര്യത എന്ന് പറയുന്നത്. അവിടെ ഇനിയിപ്പോൾ അടുത്ത വഴി അതായിരിക്കും. ഇപ്പൊ ബീഹാറിൽ എന്തായാലും നടക്കില്ല. ഇനി അടുത്ത സ്ഥലങ്ങളുണ്ടല്ലോ, കേരളമുണ്ട്, ആസാമുണ്ട്, എത്രയോ തെരഞ്ഞെടുപ്പ് വരാനുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. എവിടെയെങ്കിലും വിതരണം. അതെ, വിതരണം മാത്രമല്ല, ഈ രാജീവ് ഗാന്ധി അദ്ദേഹം കാണിച്ച ഒരു ഔചിത്യത്തെ ഞാനിപ്പം മനസ്സാ നമസ്കരിക്കുകയാണ്. രാജീവ് ഗാന്ധി നാടൻപാടി ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ചിത്രങ്ങൾ നാടൻപാടും വയ്ക്കാൻ തുടങ്ങി. ചന്തയിലും വേസ്റ്റ് ഇടുന്ന സ്ഥലത്തും എല്ലാം ഇന്ദിരാഗാന്ധിയുടെ ചിത്രങ്ങൾ കണ്ടിട്ട് മനസ്സ് വേദനിച്ചിട്ട് ഇത്രയും ചിത്രങ്ങൾ മതി, ഇനി നമുക്കിനി ചിത്രങ്ങൾ വയ്ക്കണ്ട. സ്വന്തം അമ്മയോടുള്ള സ്നേഹം, കരുതൽ, ഇത് ഇന്ത്യൻ സ്ത്രീകളോടുള്ള സ്ത്രീത്വത്തോടുള്ള ഒരു അപമാനം കൂടിയാണിത്. ഇയാളുടെ പടം വെക്കാനാണോ അവരുടെ ശരീരം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം? ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു എന്ത് ഇഫക്റ്റ് ഉദ്ദേശിച്ചത്? ഏത് വിഡ്ഢിയാണ് ഇദ്ദേഹത്തിന്? മിക്കവാറും KC വേണുഗോപാലായിരിക്കും ഇത് പറഞ്ഞു കൊടുത്ത ഈ ഐഡിയ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് വോട്ട് കിട്ടുമെന്ന്. ഇങ്ങനെയാണോ ഇന്ത്യൻ സ്ത്രീകൾ? നിങ്ങൾ ഇങ്ങനെയാണോ? അങ്ങനെ വെച്ചാൽ വോട്ട് കിട്ടുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ തുന്നമ്പാടും ബീഹാറിൽ നിന്നുള്ള അറിയാം. അതിന് ഇമാതിരിയുള്ള പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പരിപാടികളാണോ നിങ്ങൾ? എന്ത് നികൃഷ്ടമാണിത്? 7 കോടി വോട്ടർമാർക്ക് അവിടെ വോട്ട് കൊടുത്തത് ലാലു പ്രസാദിൻ്റെ അല്ല, അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവിൻ്റെ കാലത്ത് കുടിയേറി വന്ന മുസ്ലിങ്ങൾക്കും അങ്ങനെയുള്ളവർക്കും അവർക്ക് വോട്ട് കിട്ടുമെന്ന്, വോട്ടുറപ്പ് പരിപാടിയായിരുന്നു അത്, തൊഴിലുറപ്പ് പോലെ. അവർക്ക് വോട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള ആൾക്കാരൊക്കെ എല്ലാം എന്ത് ചെയ്തു? ആധാർ കാർഡ് അടിച്ചു കൊടുത്തു, ആധാർ കാർഡ് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇനി വോട്ട് ചെയ്യാം. അത് വെച്ച് അവർ വോട്ട് വാങ്ങിച്ചു, വോട്ടവകാശം വാങ്ങിച്ചു, ഫ്രാഞ്ചൈസി. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇപ്പോൾ പരിശോധിച്ച് വരുമ്പോൾ അവർക്ക് ഈ ലാലു പ്രസാദ് കൊടുത്ത അല്ലെങ്കിൽ തേജസ്വി യാദവ് കൊടുത്ത ഈ ആധാർ കാർഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒറ്റ രേഖയില്ല. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി വന്നവരാണ്. വോട്ട് വാങ്ങി ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് വെച്ചിരിക്കുക. അതിപ്പോൾ പോകുന്നായപ്പോൾ പരാജയ ഭീതിയുണ്ട്. അതിനാണ് ഈ വൃത്തികെട്ട പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഇന്ത്യൻ സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന, ഇന്ത്യയെ തന്നെ അപമാനിക്കുന്ന പരിപാടിക്ക്, ഏറ്റവും ലജ്ജാകരമായ പരിപാടിക്ക് രാഹുൽ ഗാന്ധി ഒരു 3-4 വർഷം നാം നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ദോഷകരമായ രീതിയിലാണ് ഈ രാഹുലിന്റെ നീക്കം. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലെല്ലാം നാം കണ്ടതാണ്. അവിടെ ജാതി ചോദിക്കുന്നു, അതോടൊപ്പം തന്നെ മതം ചോദിക്കുന്നു. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. ഈ രാഹുൽ ഗാന്ധി എന്താണ് ഉദ്ദേശിക്കുന്നത്? കുറച്ച് അധികാരം നേടാനായി കുറച്ച് MLA-മാരെ MP-മാരെ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും നടപ്പിലാക്കാമെന്നാണോ അദ്ദേഹം ചിന്തിക്കുന്നത്? ഇത് ഇന്ത്യ രാജ്യം കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തിൻ്റെ മനോനില ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഗൗരവമേറിയ ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്ക് അതിൽ പ്രധാനമന്ത്രിയുടെ കവിളത്തിയൊന്നും മോഹിക്കുന്നു. പൊതുമാധ്യമങ്ങളിൽ വെച്ച് പ്രിയങ്ക ഗാന്ധിയെ ആലിംഗനം ചെയ്യുക, ആശ്ലേഷിക്കുക, പാർലമെൻറ്റിനകത്ത് വെച്ച് അത് നടത്തുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വഴി പോകുമ്പോഴെല്ലാം ഇതാണ്. ഇദ്ദേഹം ഒരു പക്വത വന്ന ഒരാളിനെ പോലെ അല്ല പെരുമാറും. സമയത്ത് കല്യാണം കഴിച്ച് കൊടുക്കണമായിരുന്നു സോണിയാഗാന്ധി. അത് ചെയ്താത്തത് കൊണ്ടാണോ എന്തോന്നറിയില്ല. ഇപ്പം ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള പരിപാടി ഇപ്പം കൾമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ്. സാനിറ്ററി പാഡിൻ്റെ മധ്യത്തിൽ അയാളുടെ പടവും വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു അഭിമാനമുള്ള പുരുഷൻ ചെയ്യുന്ന ഒരു കാര്യമാണോ? അഭിമാനമുള്ള ഒരു സ്ത്രീ ഈ സാനിറ്ററി പാഡ് ഉപയോഗിക്കുമോ? പുരുഷൻ്റെ ചിത്രമുള്ള സാനിറ്ററി പാഡ് അവരുടെ സ്വകാര്യ ഭാഗത്ത് ഉപയോഗിക്കുമോ? ഉപയോഗിക്കാൻ തയ്യാറാവും. ഇന്ത്യൻ സ്ത്രീകളെ പറ്റി ഒരു കുന്തവും അറിയാത്തത് കൊണ്ടാണ്. സീതമാരാണ് സാധാരണ സ്ത്രീകൾ. അതായത് മോഡേൺ കൾച്ചറും DJയും ഒക്കെ നടക്കുന്ന സ്ത്രീകളല്ല ഇന്ത്യൻ ഗ്രാമീണ സ്ത്രീകളെന്ന് പറയുന്നത്. റാണി പത്മിനിയെപ്പോലെ അക്ബറിൻ്റെ ആക്രമണം ഉണ്ടാവും, തങ്ങളുടെ ചാരിത്രം നശിപ്പിക്കപ്പെടുമെന്നറിഞ്ഞപ്പോൾ കിണറ്റിലേക്ക് ചാടി. ആയിരക്കണക്കിന് രജപുത്ര സ്ത്രീകളാണ് അവിടേക്ക് ചാടി മരിച്ചത്. ആ മനസ്സുള്ളവരാണ് ഇന്ത്യൻ സ്ത്രീകൾ. ഇന്ത്യൻ സ്ത്രീകളെ യൂറോപ്യൻ സ്ത്രീകളല്ല, കൊളംബിയ മയക്കുമരുന്ന് മാഫിയയുടെ പുത്രിമാരല്ല ഇന്ത്യയിലുള്ളത്, സീതമാരാണ്. നീതി തേടുന്ന സീതമാർ. അഫ്ഗാനിസ്ഥാനിലെ പഴയ രാജാവിൻ്റെ കൊച്ചുമകളല്ല, അതുപോലുള്ള ആൾക്കാരല്ല ഇന്ത്യയിലുള്ളത് എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല.
ഇപ്പോഴുള്ള കോട്ടറയ്ക്ക് അതിനെക്കുറിച്ചൊരു വിവരവുമില്ല. വിവരമുള്ളവരെല്ലാം കോൺഗ്രസ് വിട്ട് പോയി കഴിഞ്ഞു. അവസാനത്തെ വിവരമുള്ള മനുഷ്യനായ ശശി തരൂരും വിട പറയുന്ന അവസരത്തിലാണ്. സൽബുദ്ധി ദൈവം തോന്നിക്കെട്ടെന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഈ അവസരത്തിൽ കഴിയൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.